അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 11-ാമത്തെ അധ്യായത്തിൽ 12 മുതൽ 24 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. തതസുവർണവർമാഖ്യോ രാജാ കാശിപതി കില വപുഷ്ടമാം ശുഭാം കന്യാം ദദൗ പാരീക്ഷിതായ ച. സതാം പ്രാപ്യാസിതാപാംഗീം മുമുദേ ജനമേജയാ. കാശിരാജസുതാം കാന്താം പ്രാപ്യ രാജാ യഥാ പുരാ. വിചിത്രവീര്യോ മുമുദേ സുഭദ്രാം ച യഥാർജുന. വിജഹാര മഹീപാലോ വനേഷു പവനേഷു ച. തയാ കമലപത്രാക്ഷ്യാ ശച്യാ ശതക്രതുർയഥാ. പ്രജാസ്തസ്യ സുസന്തുഷ്ടാ ബഭൂവു സുഖലാളിതാ. മന്ത്രിണ കർമ്മകുശലാശ്ചക്രു കാര്യാണി സർവശാ. ഏതസ്മിന്നേവ കാലേ തു മുനിരുത്തംഗനാമകാ. തക്ഷകേണ പരിക്ലിഷ്ടോ ഹസ്തിനാപുരമഭ്യഗാൽ. വൈരസ്യാപചിതിം കോസ്യ പ്രകുര്യാദിതി ചിന്തയൻ. പരീക്ഷിതസുതം മത്വാ തം നൃപം സമുപാഗത. കാര്യാകാര്യം ന ജാനാസി സമയേ നൃപസത്തമ. അകർത്തവ്യം കരോഷ്യദ്യ
കർത്തവ്യം ന കരോഷി വൈ കിം ത്വാം സംപ്രാർത്ഥയാമ്യദ്യ ഗതാമർഷം നിരുദ്യമം. അവൈരജ്ഞമതന്ത്രജ്ഞം ബാലചേഷ്ടാസമന്വിതം ജനമേജയ ഉവാച കിം വൈരം ന മയാ ജ്ഞാതം ന കിം പ്രതികൃതം മയാ തദ്വദ ത്വം മഹാഭാഗ കരോമി യദനന്തരം. ഉത്തംഗ ഉവാച പിതാ തേ നിഹതോ ഭൂപ തക്ഷകേണ ദുരാത്മനാ മന്ത്രിണസ്ത്വം സമാഹൂയ പൃച്ഛസ്വ പിതൃനാശനം. സൂത ഉവാച തച്ഛ്രുത്വാ വചനം രാജാ പപ്രച്ഛ മുനിസത്തമാൻ. ഊചുസ്തേ ദ്വിജശാപേനാദഷ്ട സർപ്പേണ വൈ മൃതം. ജനമേജയ ഉവാച ശാപോത്ര കാരണം രാജ്ഞാ ശബ്ദസ്യ മുനിനാ കില. തക്ഷകസ്യ തു കോ ദോഷോ ബ്രൂഹി മേ മുനിസത്തമാ. ഉത്തംഗ ഉവാച തക്ഷകേണ ധനം ദത്വാ കശ്യപ സന്നിവാരിത. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 11-ാമത്തെ അധ്യായത്തിൽ 12 മുതൽ 24 കൂടിയുള്ള ശ്ലോകങ്ങളുടെ ഭാഷാഗാനം വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നതോന്നതാവൃത്തത്തിൽ പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കാശീപതി സുവർണവർമാവിൻ പുത്രി വപുഷ്ടമ ജനമേ ജയരാജന്റെ നല്ല പാതിയായി. സുന്ദരിയാം കാശിരാജപുത്രിയിൽ സന്തുഷ്ടനായി ജനമേ ജയൻ വിചിത്രവീര്യനെന്ന പോ. അർജുനനും സുഭദ്രയും എന്ന പോലെ ഇരുവരും ഉദ്യാനോപവനങ്ങളിൽ രമിച്ചു വാണു. ശചിക്കൊപ്പം ശക്രൻ പോലെ അവളിലും മോദമേകി പ്രജകളെ സംരക്ഷിച്ചു അവർക്കും മോദം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കർമ്മകുശലരായിടും മന്ത്രിമാരോ കാര്യമെല്ലാം ഭംഗിയാക്കി ഈ കാലത്തു പുത്തങ്കനാം മുനി. ഈ കാലത്തു പുത്തങ്കനാം മുനി പ്രവരൻ. തക്ഷകന്റെ പ്രവൃത്തിയാൽ ദുഃഖിതനായി നാഗപുരം തന്നിലെത്തി തനിക്കാരു രക്ഷയേകിടും. ജനമേ ജയൻ തന്നൂടെ അടുത്തെത്തി ചൊല്ലി രാജൻ വേണ്ടതു വേണ്ട സമയം ചെയ്തിടുവാനായി.
അങ്ങയ്ക്കൊട്ടും അറിയില്ല, വേണ്ടാത്തതു ചെയ്തിടുന്നു. അമർഷമില്ലതുപോലെ ഉത്സാഹമില്ല. പകയില്ല, തന്ത്രമില്ല, ബാലനെ പോൽ കളിക്കുന്നു. ജനമേജയം പറഞ്ഞു, വൈരവും പ്രതികാരവും അറിയുന്നില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അതെന്തെന്നു ചൊല്ലിടുകിൽ അനന്തരം ചെയ്തിടാം ഞാൻ. ഉത്തങ്കം പറഞ്ഞു, തവ പിതാവു മരിച്ചു തക്ഷകനാലേ. മന്ത്രിമാരോടു ചോദിക്കൂ അച്ഛൻ്റെ മരണഹേതു. സൂതം പറഞ്ഞു, അതു കേട്ടു രാജൻ മന്ത്രിമാരെ വിളിച്ചു. വിപ്രശാപം കാരണമായി തക്ഷകൻ കടിച്ചു മൃത്യു. ജന്മേജയം പറഞ്ഞു, വിപ്രശാപമല്ലോ മരണത്തിനു ഹേതു. അതിൽ തക്ഷകനെന്താണു ദോഷമെന്നു പറയുക. ഉത്തങ്കം പറഞ്ഞു, തക്ഷകൻ ധനത്തെ നൽകി രക്ഷ തടഞ്ഞു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, അമ്മേ ശരണം, ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 154 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നലെ പറഞ്ഞതുപോലെ ഇന്ന് വൈകുന്നേരം മാഹാത്മ്യത്തോടുകൂടി മുംബൈ അല്ലെങ്കിൽ താനെ മീരാ റോഡ് അയ്യപ്പ ക്ഷേത്രത്തിൽ സേവാസമിതിയുടെ നേതൃത്വത്തിൽ ഈയുള്ളവൻ്റെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിക്കുകയാണ്. ഇപ്പം ഇവിടെ നാം ഇന്ന് ദ്വിതീയ സ്കന്ധം 11-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ
ശ്ലോകം മുതലാണ് 24 കൂടിയുള്ള ശ്ലോകങ്ങൾ. ഇതാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും. അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ ധർമ്മപുത്രൻ എങ്ങനെയാണോ രാജ്യം ഭരിച്ചിരുന്നത് അതേപോലെ ജനമേജയൻ വളരെ ധർമാത്മാവായി, ജിതേന്ദ്രിയനായി, സത്യസന്ധനായി രാജ്യം ഭരിച്ചു എന്ന് പറഞ്ഞു. തുടർന്നോ തതസുവർണവർമാഖ്യോ രാജ കാശിപതിക്കില, കാശിപതിയായിരിക്കുന്ന, കാശിയുടെ രാജാവായിരിക്കുന്ന സുവർണവർമാവ് എന്ന ശ്രേഷ്ഠനായൊരു രാജാവ്, അദ്ദേഹത്തിൻ്റെ മകളാണ് വപുഷ്ടമ എന്ന് പേര്. ആ വപുഷ്ടമയെ ജനമേജയന്, പരീക്ഷത്തിൻ്റെ പുത്രന് വിവാഹം ചെയ്തു കൊടുത്തു എന്ന് പറയുന്നു. വപുഷ്ടമാം ശുഭാം കന്യാം ദദൗ പാരീക്ഷിതായ ച, പാരീക്ഷിതൻ എന്ന് വെച്ചാൽ പരീക്ഷത്തിൻ്റെ പുത്രൻ, ഔത്തരേയൻ എന്നൊക്കെ പേര് പരീക്ഷത്തിനുണ്ട്. ആ പരീക്ഷത്തിൻ്റെ പുത്രനാണ് ഇപ്പോൾ പാരീക്ഷിതൻ എന്ന് പറയുന്ന ഈ ജനമേജയൻ. സതാം പ്രാപ്യാസിതാപാംഗിം മുമുദേ ജനമേജയ കാശിരാജസുതാം കാന്താം പ്രാപ്യ രാജ യഥാപുരാ വിചിത്ര വീര്യോ മുമുദേ സുഭദ്രാം ച യഥാർജുന വിജഹാര മഹീപാലോ വനേഷു പവനേഷു ച. ആ ജനമേജയൻ സുന്ദരിയായ കാശിരാജപുത്രിയെ ലഭിച്ചപ്പോൾ വളരെയധികം സന്തോഷമായി. മുമുദേ ജനമേജയ. എന്നിട്ട് പറയുകയാണ്, ആ ജനമേജയൻ പണ്ട് വിചിത്രവീര്യൻ എന്ന മഹാരാജാവ്, പാണ്ഡവന്മാരുടെ പൂർവികനാണ്. അന്ന് വിചിത്രവീര്യ മഹാരാജാവും വിവാഹം ചെയ്തത് മറ്റൊരു കാശിരാജപുത്രിയാണ്. ആ വിചിത്രവീര്യൻ കാശിരാജപുത്രിയെയും അർജുനൻ സുഭദ്രയെയും, ശ്രീകൃഷ്ണ സഹോദരിയായ സുഭദ്രയെയും വിവാഹം ചെയ്ത് സന്തോഷിച്ച് വിഹരിച്ചതുപോലെ ജനമേജയൻ വിജഹാര മഹീപാലോ വനേഷു ഉപവനേഷു ച, വനങ്ങളിലും ഉപവനങ്ങളിലും ഉദ്യാനങ്ങളിലൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ആ പെൺകുട്ടിയോടുകൂടി, വപുഷ്ടമയോടുകൂടി രമിച്ചു, വിഹരിച്ചു എന്ന് പറയുന്നു. തയാ കമലപത്രാക്ഷ്യാ ശച്യാ ശതക്രതുർ യഥാ പ്രജാസ്തസ്യ സുസന്തുഷ്ട ബഭൂവു സുഖലാളിത. ശചിയോടൊത്ത് ഇന്ദ്രൻ, ഇന്ദ്രാണിയുടെ പേരാണ് ശചി. ഇപ്പം ശതക്രതു എന്ന് പറയുന്നത് ഇന്ദ്രനെയാണ്. ശചിയോടൊത്ത് എങ്ങനെയാണോ ഇന്ദ്രൻ, അതേപോലെ ആ സുന്ദരിയോടൊത്ത് തയാ കമലപത്രാക്ഷ്യ അദ്ദേഹവും രമിച്ചു. പ്രജകളെയൊക്കെ വേണ്ട പോലെ നോക്കി ഇരുന്നത് കൊണ്ട്, സംരക്ഷിച്ചിരുന്നത് കൊണ്ട് പ്രജകളും വളരെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞു. മന്ത്രിണ കർമ്മകുശലാശ്ചക്രു കാര്യാണി സർവശ, കാര്യങ്ങളൊക്കെ നടത്താൻ പ്രാപ്തരായ മന്ത്രിമാരെ എല്ലാ പ്രവൃത്തികളും വേണ്ടതുപോലെ ചെയ്തു. ഏതസ്മിന്നേവ കാലേതു മുനിരുത്തംഗനാമകഃ. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്ന സമയത്താണ് ഒരിക്കൽ ഉത്തങ്കൻ എന്നു പേരുള്ള ഒരു മുനി തക്ഷകേണ പരിക്ലിഷ്ടോ ഹസ്തിനാപുരമഭ്യഗാൻ, തക്ഷകന്റെ ദ്രോഹം കൊണ്ട് കഷ്ടപ്പെട്ട് എവിടെ എത്തിച്ചേർന്നു? ജനമേജയന്റെ ഹസ്തിനപുരിയിലേക്ക് എത്തിച്ചേർന്നു. വൈരസ്യാപചിതിം കോസ്യ പ്രകുര്യാതിഥി ചിന്തയൻ, ഈ വൈരത്തിന് പരിഹാരം കാണാൻ ആരുണ്ട്? തന്നെ ദ്രോഹിക്കുന്ന തക്ഷകനെ നിയന്ത്രിക്കാൻ ആരുണ്ട് എന്ന് ആലോചിച്ചും കൊണ്ടാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേർന്നത്. അപ്പോ പരീക്ഷിത സുതം മത്വ തം നൃപം സമുപാഗത, പരീക്ഷത്തിന്റെ പുത്രനായിരിക്കുന്ന ജനമേജയന് ഈ പ്രവൃത്തിയിൽ, ഈ തക്ഷകനെ, തന്നെ ദ്രോഹിക്കുന്ന തക്ഷകനോട് പ്രതിക്രിയ ചെയ്യാൻ ആർക്ക് സാധിക്കും? ജനമേജയന് സാധിക്കും എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, കാര്യാകാര്യം ന ജാനാസി സമയേ നൃപസത്തമ, അങ്ങക്ക് ഇപ്പോൾ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, കാര്യാകാര്യങ്ങളെക്കുറിച്ച് അങ്ങക്കൊരു ബോധവുമില്ല, അങ്ങക്ക് അറിയില്ല. അകർത്തവ്യം കരോഷ്യദ്യ, ഇപ്പം ചെയ്യരുതാത്തത് ചെയ്യുകയും കർത്തവ്യം ന കരോഷി വൈ, ചെയ്യേണ്ടത്
ചെയ്യുകയും ചെയ്യുന്നില്ല. കിം ത്വാം സമ്പ്രാർത്ഥയാമ്യദ്യ ഗതാമർഷം നിരുദ്യമം. അമർഷമില്ലാതെ ഉത്സാഹമില്ലാതെ ഇരിക്കുന്ന അങ്ങയോട് ഞാൻ ഇപ്പോൾ എന്താണ് പറയേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അവൈരജ്ഞമതന്ത്രജ്ഞം ബാലചേഷ്ടാസമന്വിതം. പകയില്ലാതെ തന്ത്രജ്ഞതയില്ലാതെ വെറും ബാലചേഷ്ട, ബാലനെ പോലെ അങ്ങ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനമേജയൻ ചോദിച്ചു, കിം വൈരം നമയാ ജ്ഞാതം ന കിം പ്രതികൃതം മയ. വൈരമോ അതെനിക്ക് അറിയില്ലല്ലോ, പ്രതികാരമോ അതും എനിക്ക് അറിഞ്ഞുകൂടാ. തദ്വദ ത്വം മഹാഭാഗ കരോമിയതനന്തരം. ഹേ മഹാഭാഗ, അങ്ങ് എന്താണ് എന്ന് തെളിച്ചു പറയൂ, ഞാൻ അതനുസരിച്ച് പ്രവൃത്തി ചെയ്യാം. വീണ്ടും ഉത്തംഗം പറഞ്ഞു, പിതാതേ നിഹതോ ഭൂപ തക്ഷകേണ ദുരാത്മന. രാജാവേ, അങ്ങയുടെ അച്ഛൻ മരിച്ചതെങ്ങനെ? അച്ഛനെ കൊന്നത് ദുരാത്മാവായിരിക്കുന്ന ദുഷ്ടനായിരിക്കുന്ന തക്ഷകനാണ്. മന്ത്രിണസ്ത്വം സമാഹൂയ പൃച്ഛസ്വ പിതൃനാശനം. മന്ത്രിമാരെ വിളിച്ച് ചോദിക്കൂ എങ്ങനെയാണ് അച്ഛൻ മരിച്ചതെന്ന്, അല്ലെങ്കിൽ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച്. സൂതം പറഞ്ഞു, തച്ഛുത്വാ വചനം രാജാപപ്രച്ഛ മന്ത്രി സത്തമാൻ. രാജാവ് ഇത് കേട്ടിട്ട് തൻ്റെ മന്ത്രിമാരെയൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു, ഊജുസ്തേ ദ്വിജശാപേന ദഷ്ട സർപ്പേണ വൈമൃത. അവർ പറഞ്ഞു, പണ്ട് ദ്വിജശാപം കൊണ്ട്, ബ്രാഹ്മണ ശാപം കൊണ്ട് തക്ഷകൻ ദംശിച്ചു. ആ തക്ഷകൻ ദംശിച്ചാണ് അച്ഛൻ മരിച്ചത്. ജനമേജയം പറഞ്ഞു, ശാപോത്ര കാരണം രാജ്ഞ ശബ്ദസ്യ മുനിനാക്കില. രാജാവിൻ്റെ മരണത്തിന് കാരണം മുനിശാപമാണല്ലോ. തക്ഷകസ്യ തു കോ ദോഷോ ബ്രൂഹിമേ മുനി സപ്തമ. അതിൽ തക്ഷകൻ എന്താണ് ദോഷം ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ആ ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ ഉത്തങ്കന്റെ മറുപടിയാണ്, തക്ഷകേണ ധനം ദത്വ കശ്യപ സന്നിവാരിത. തക്ഷകൻ ധനം നൽകി കശ്യപ ബ്രാഹ്മണനെ മടക്കി അയച്ചു. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അല്ലെങ്കിൽ ജീവിച്ചിരിക്കാമായിരുന്നു. അപ്പം അങ്ങയുടെ അച്ഛൻ്റെ മരണത്തിന് കാരണം തക്ഷകനാണ്. ഇത് ആലോചിക്കൂ എന്ന് പറയുന്നിടത്താണ് 24-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ
ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.